ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റായ നല്ലൊരു ഷെയ്ക്കാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറി നട്ട്സ് ബൂസ്റ്റ് ഷെയ്ക്കാണ്. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ളൊരു മിക്സിയുടെ ജാറ് ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പഴമാണ് എടുത്തേക്കുന്നത്. നമ്മൾ പൂവമ്പഴം, അതായത് ചെറിയൊരു പൂവമ്പഴമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് രണ്ടായിട്ടൊന്ന് തൊണ്ടളഞ്ഞ് കട്ട് ചെയ്തിടാം. ഇനി നമ്മൾ അതിലേക്ക് എടുത്തേക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് ഒരു രണ്ട് ഈന്തപ്പഴം നമ്മൾ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിടാം. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടി പരിപ്പും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ്. അതും ഇട്ട് നമുക്കതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച്, അതായത് നമ്മൾ കട്ടിയാക്കി വെച്ചേക്കുന്ന പാലാണ്, അത് കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് ഒരുവിധം പേസ്റ്റായി കഴിയുമ്പോൾ നമ്മുടെ ബാക്കി പാലും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ എന്തോരം ക്വാണ്ടിറ്റിയിലാണ് ഷെയ്ക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണത് അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ സാധനത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് നമ്മൾ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഒരു പാക്കറ്റോളം ബൂസ്റ്റൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റിൽ പകുതിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മളതിലേക്ക് നല്ല പേസ്റ്റായിട്ട്, അതായത് നമ്മൾ അടിച്ച് വെച്ചേക്കണം നമ്മുടെ ഷെയ്ക്ക് നല്ല കുറുകുറുന്നാണ് ഇത് അടിച്ചെടുത്തേക്കണേ. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പാല് നല്ല കട്ടയാക്കിയിട്ടുണ്ടായില്ല, ഒരുവിധം കട്ടയായിട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു വെറൈറ്റി സാധനമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ കുപ്പിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ടൊമാറ്റോ സോസാണെന്ന്. പക്ഷേ ടൊമാറ്റോയുടെ സോസൊന്നും അല്ല, ഇത് നമ്മുടെ ചെറിയാണ്. ചെറി നമ്മൾ സിറപ്പാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ ചെറിയുടെ സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുടെ സിറപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇത് നമുക്ക് ചെറിയുടെ സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കണേ കുറേ കാലത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുടെ സിറപ്പാണ്. അത് നമുക്കൊരു ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വലിയ ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഷെയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സിനൊക്കെ ഭയങ്കര മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ അതുകൂടാതെ ചെറിക്കും നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം, ലൈക്ക് ചെയ്യുക.